ടെക് ന്യൂസ് ഇൻ മലയാളത്തിലോട്ട് ഏവർക്കും സ്വാഗതം. ഫയർബോൾട്ട് ടോക്ക് സ്മാർട്ട് വാച്ച് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതിൽ IP-X7 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹാർട്ട് റേറ്റ് മോണിറ്റർ സെൻസർ, SpO2 മോണിറ്റർ പോലുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഇതിൻ്റെ വില വരുന്നത് 4999 രൂപയാണ്. പിന്നെ ഓഫറിൽ 4499 രൂപയ്ക്ക് ഇത് ലഭിക്കുന്നുണ്ട്. ഫ്ലിപ്കാർട്ട്, ജപ്പാൻ, സോഫ്റ്റ് ബാങ്ക് ഗ്രൂപ്പ് അടക്കമുള്ള കമ്പനികളുമായിട്ട് $3 ബില്യൺ, അതായത് ഏകദേശം 21,850 കോടി രൂപ റേസ് ചെയ്യാനുള്ള ചർച്ചയിലാണെന്നാണ് റിപ്പോർട്ട്. ഗോക്കി സ്മാർട്ട് വൈറ്റൽ ജൂനിയർ സ്മാർട്ട് വാച്ച് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇത് കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള സ്മാർട്ട് വാച്ചാണ്. ഇതിൽ SpO2 മോണിറ്റർ, ബോഡി ടെമ്പറേച്ചർ, പൾസ് റേറ്റ്, ബ്ലഡ് പ്രഷർ പോലുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഇതിൻ്റെ വില വരുന്നത് 4999 രൂപയാണ്. ആമസോൺ ഫൗണ്ടർ ജെഫ് ബെസോസ് ജൂലൈ 20 ബ്ലൂ ഓറിജിൻ റോക്കറ്റിൽ സ്പേസിലോട്ട് പറക്കും. അനോണിമസ് എന്ന ഹാക്കർ ഗ്രൂപ്പിൻ്റെ എലോൺ മസ്കിനെ ടാർഗറ്റ് ചെയ്യുന്ന പുതിയ വീഡിയോ പുറത്തു വന്നിരിക്കുകയാണ്. ക്രിപ്റ്റോ കറൻസി മാർക്കറ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് കൊണ്ടാണ് എന്നാണ് അവർ പറയുന്നത്. ട്വിറ്ററിൽ ട്വീറ്റ് ഇട്ടതിന് ശേഷവും ചേഞ്ച് ഹൂ ക്യാൻ റിപ്ലൈ എന്ന ഓപ്ഷൻ വരുന്ന ഫീച്ചർ ട്വിറ്റർ ടെസ്റ്റ് ചെയ്യുന്നു എന്നാണ് റിപ്പോർട്ട്. ട്വിറ്ററിൽ സൂപ്പർ ഫോളോവേഴ്സ് എന്ന പുതിയ ഫീച്ചർ വരുന്നു എന്നാണ് റിപ്പോർട്ട്. ബാംഗ്ലൂരിലെ ജവഹർലാൽ നെഹ്റു സെൻറ്റർ ഫോർ അഡ്വാൻസ്ഡ് സയൻറ്റിഫിക് റിസർച്ച് ഹ്യൂമൻ ബ്രെയിനിൻ്റെ കോൺജനേറ്റീവ് ആക്ഷൻ മിമിക് ചെയ്യുന്ന ഡിവൈസ് ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ്. വാട്സപ്പിൽ പെട്ടെന്ന് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലാഷ് കോൾ എന്ന ഫീച്ചർ വാട്സപ്പ് ടെസ്റ്റ് ചെയ്യുന്നു എന്നാണ് റിപ്പോർട്ട്. സൗത്ത് കൊറിയയിൽ ഒരാൾ ഫോൺ യൂസ് ചെയ്ത് നടന്നു പോകുമ്പോൾ എവിടെയും മുട്ടാതിരിക്കാൻ തേർഡ് ഐ എന്ന ഒരു ഡിവൈസ് ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ്. ഇതൊരു സെറ്റാറിക്കൽ ഡിവൈസാണ്. ആമസോൺ കാനഡയുടെ സൈറ്റിൽ കർണാടകയുടെ ഫ്ലാഗിൻ്റെ കളറും അതുപോലെ എംബ്ലവുമുള്ള ബിക്നി സെയിലിൽ വെച്ചതിന് ആമസോൺ വിവാദത്തിൽപ്പെട്ടിരിക്കുകയാണ്. സാംസങ് റിസ്റ്റിൽ ഒട്ടിക്കാൻ പറ്റിയിട്ടുള്ള OLED ഡിസ്പ്ലേ ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ്. ഇത് ഫിറ്റ്നസ് ട്രാക്കറായിട്ട് ഉപയോഗിക്കാം. സാംസങ് ഗാലക്സി വാച്ച് ഫോർ SGS ഫിംകോ സർട്ടിഫിക്കേഷൻ സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിൽ 247 mAh ബാറ്ററി വരും. 5 വാട്ടിൻ്റെ ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതിൽ 41 mm ഡയമീറ്ററിൽ വരുന്ന ഡയൽ വരാനാണ് സാധ്യത. ഡെൽ ഏലിയൻവെയർ ഏരിയ 51M R1 ലാപ്ടോപ്പിൽ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു യൂസർ കേസ് കൊടുത്തിരിക്കുകയാണ്. ഇതിൽ CPU 9th ജനറേഷൻ ഇൻറ്റൽ കോർ പ്രോസസ്സറിനപ്പുറത്തേക്കും അതുപോലെ GPU NVIDIA GeForce RTX 2080 അപ്പുറത്തേക്കും അപ്ഗ്രേഡ് ചെയ്യാൻ കഴിയില്ല. ഹുവാവേ സ്മാർട്ട് ഫോണുകൾക്കും അതുപോലെ ലാപ്ടോപ്പുകൾക്കും പറ്റിയിട്ടുള്ള 135 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ഷോക്കേസ് ചെയ്തിരിക്കുകയാണ്. ക്രിപ്റ്റോ ജാക്കിംഗ് എന്ന മാൽവെയർ വീണ്ടും കൂടുന്നു എന്നാണ് റിപ്പോർട്ട്. കാലിഫോർണിയയിൽ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ന്യൂഡ് ഫോട്ടോ ആപ്പിൾ സർവീസ് സെൻറ്ററിൽ നിന്നും ലീക്കായ വിഷയത്തിൽ ആപ്പിൾ ആ സ്റ്റുഡൻറ്റിന് $1 മില്യൺ നഷ്ടപരിഹാരമായി നൽകിയിരിക്കുകയാണ്. ബാറ്റിൽഫീൽഡ് 6ൻ്റെ പേര് ബാറ്റിൽഫീൽഡ് 2042 ആയിരിക്കുമെന്നാണ് റിപ്പോർട്ട്. ഇതിൻ്റെ കവർ ആർട്ട് ഇമേജ് ഇപ്പോൾ ലീക്കായിട്ടുണ്ട്. ഒരു ഇന്ത്യൻ യൂസറിൻ്റെ പോക്കറ്റിൽ നിന്നും ഓപ്പോ A53 എന്ന ഫോൺ പൊട്ടിത്തെറിച്ചിരിക്കുകയാണ്. ക്രൈസിസ് മൊബൈൽ ഗെയിം ആൻഡ്രോയിഡിലും iOSലും എത്തും. പിന്നെ ക്രൈസിസ് റീബൂട്ട് എന്ന ഗെയിം കൺസോളിലും അതുപോലെ തന്നെ PC-കളിലും എത്തുമെന്നാണ് റിപ്പോർട്ട്. നോക്കിയ 2020 55 മില്യൺ സ്മാർട്ട് ഫോണുകൾ വിറ്റു എന്നാണ് റിപ്പോർട്ട്. OLED സ്ക്രീന് LCD ഡിസ്പ്ലേക്കാളും കൂടുതൽ കണ്ണിന് സ്ട്രെയിൻ നൽകുമെന്ന് DxOMark പറഞ്ഞിരിക്കുകയാണ്. ഫ്ലിക്കറിംഗ് കാരണമാണിത്. US-ൽ ടോപ്പ് 10 ഐഫോൺ ഗെയിംസ് ഡെയിലി $11.2 മില്യൺ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നു എന്നാണ് റിപ്പോർട്ട്. ഷവോമി Mi ഗാലിയം നൈട്രേറ്റ് 1A 1C 65 വാട്ടിൻ്റെ ചാർജർ ചൈനയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ വില വരുന്നത് $149, അതായത് ഏകദേശം 1700 രൂപ. ഷവോമിയുടെ സൗദി അറേബ്യയിലെ ആദ്യത്തെ ഫിസിക്കൽ സ്റ്റോർ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഹുവാവേ ഇലക്ട്രിക് കാർസിന് വേണ്ടിയിട്ടുള്ള പുതിയ R&D സെറ്റപ്പ് ചെയ്തിരിക്കുകയാണ്. ചൈന 2030 6G ലോഞ്ച് ചെയ്തേക്കാം എന്നാണ് റിപ്പോർട്ട്. ഫോസിൽ വാച്ചുകൾ പുതിയ വിയറോയ്സ് സോഫ്റ്റ്വെയറിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ പ്ലാൻ ഇല്ല എന്ന് ഫോസിൽ പറഞ്ഞിരിക്കുകയാണ്. കൂ എന്ന ഇന്ത്യൻ ആപ്പ് നൈജീരിയയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇത് ട്വിറ്റർ പോലെയുള്ള ആപ്പാണ്. ഓപ്പോ എൻകോ ഫ്രീ 2, ഓപ്പോ എൻകോ ബഡ്സ്, ഓപ്പോ എൻകോ എയർ സ്മാർട്ട് എഡിഷൻ എന്നീ TWSകൾ ബ്ലൂടൂത്ത് SIG സർട്ടിഫിക്കേഷൻ സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. സാംസങ് പുതിയൊരു ISO സെൽ ക്യാമറ സെൻസർ ജൂൺ 10 ലോഞ്ച് ചെയ്യും. സാംസങ് ഒക്ടോബർ മുതൽ ഗൂഗിൾ, വിവോ, ഷവോമി എന്നീ കമ്പനികൾക്ക് വേണ്ടിയിട്ടുള്ള ഫോൾഡബിൾ ഫോൺസിൻ്റെ OLED പാനൽ നിർമ്മിക്കുമെന്നാണ് റിപ്പോർട്ട്. TCL തുർക്കിയിൽ അവരുടെ ഫോൺ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. 2022 1 മില്യൺ യൂണിറ്റ് നിർമ്മിക്കാനാണ് അവരുടെ ടാർഗറ്റ്. സ്റ്റഡിയ ഗെയിമിംഗ് സർവീസ് ആൻഡ്രോയിഡ് TVയിലും ക്രോംകാസ്റ്റിലും ഈ മാസം എത്തുമെന്നാണ് റിപ്പോർട്ട്. ലാവയുടെ LZG402 എന്ന മോഡൽ നമ്പറിൽ വരുന്ന പുതിയൊരു ഫോൺ ഇന്ത്യയിൽ BIS സർട്ടിഫിക്കേഷൻ സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ജിയോയുടെയും ലൈഫിൻ്റെയും പുതിയ സ്മാർട്ട് ഫോണുകൾ ഇന്ത്യയിൽ BIS സർട്ടിഫിക്കേഷൻ സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് ചിലപ്പം 5G ഫോണുകൾ അയക്കാം.
സെറീൻ V3 എന്ന ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇത് സാംസങ് S21 റീബ്രാൻഡഡ് വെർഷനാണ്. ഇതിൽ മിലിറ്ററി ഗ്രേഡ് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഇതിൻ്റെ വില വരുന്നത് $2650, അതായത് ഏകദേശം 1,93,000 രൂപ. ബാറ്റിൽ ഗ്രൗണ്ട്സ് മൊബൈൽ ഇന്ത്യയുടെ ഇറ്റ്സ് ഓൾമോസ്റ്റ് ടൈം എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ടീസർ ഫോട്ടോ പുറത്തു വന്നിരിക്കുകയാണ്. ബാറ്റിൽ ഗ്രൗണ്ട്സ് മൊബൈൽ ഇന്ത്യ ഗെയിമിൻ്റെ ക്രാഫ്റ്റ് ആൻഡ് ടെൻസെൻറ്റിൻ്റെ റിലേഷൻ പരിശോധിക്കണമെന്ന് പറഞ്ഞിട്ട് തെലങ്കാന നിസാമാബാദ് MP IT മിനിസ്റ്റർക്ക് എഴുതിയിരിക്കുകയാണ്. ആപ്പിൾ iPhone 13 ഓറഞ്ച് കളർ വേരിയൻറ്റ് വരുമെന്നാണ് റിപ്പോർട്ട്. OnePlus TV U1S 50 ഇഞ്ചിൻ്റെ വെർഷൻ്റെ വില 39,999 രൂപയും 55 ഇഞ്ച് വെർഷൻ്റെ വില 48,999 രൂപയും പിന്നെ 65 ഇഞ്ച് വെർഷൻ്റെ വില 64,999 രൂപയുമായിരിക്കുമെന്നാണ് റിപ്പോർട്ട്. പിന്നെ HDFCയുടെ കാർഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ 50 ഇഞ്ച് വെർഷന് 2000 രൂപയുടെ ഓഫും 55 ഇഞ്ച് വെർഷന് 3000 രൂപയുടെ ഓഫും 65 ഇഞ്ച് വെർഷന് 4000 രൂപയുടെ ഓഫും ലഭിക്കുമെന്നാണ് റിപ്പോർട്ട്. പിന്നെ ഇതിൽ NFC റിമോട്ട് വരുമെന്നും അതുപോലെ തന്നെ എക്സ്റ്റേണൽ 1080p വെബ്കാം സപ്പോർട്ട് ചെയ്യുമെന്നും റിപ്പോർട്ടുകളുണ്ട്. വിവോയുടെ V2121A എന്ന മോഡൽ നമ്പറിൽ വരുന്ന പുതിയൊരു ഫോൺ 3C സർട്ടിഫിക്കേഷൻ സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിൽ 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും. വിവോ V2123A എന്ന മോഡൽ നമ്പറിൽ വരുന്ന പുതിയൊരു ഫോൺ 10A ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഫോണിൽ 6.58 ഇഞ്ചിൻ്റെ ഫുൾ HD+ TFT ഡിസ്പ്ലേ ആയിരിക്കും വരിക. ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. പിന്നെ ഈ ഫോണിൽ പഞ്ചോൾ ഡിസ്പ്ലേ വരുന്നതായിരിക്കും. ഫോണിൻ്റെ പിന്നിൽ 64+2 മെഗാപിക്സലിലെ ക്യാമറ ആയിരിക്കും വരിക എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഈ ഫോണിൽ 8 മെഗാപിക്സൽ സെൽഫി ക്യാമറ ആയിരിക്കും വരിക. ഈ ഫോണിൽ MediaTekന്റെ Dimensity 900 എന്ന പ്രോസസ്സർ വരാനാണ് സാധ്യത. ഈ ഫോണിൽ 4910 mAh ബാറ്ററി ആയിരിക്കും വരിക. ഓപ്പോയുടെ CPH2251 എന്ന മോഡൽ നമ്പറിൽ വരുന്ന പുതിയൊരു ഫോൺ ഗീക്ബെഞ്ച് സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഫോണിന് സിംഗിൾ കോറിൽ 729 പോയിന്റും മൾട്ടി കോറിൽ 2147 പോയിന്റുമാണ് ലഭിച്ചിരിക്കുന്നത്. ഇതിലും MediaTekന്റെ Dimensity 900 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 8GB RAM വെർഷനാണ് ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ Android 11 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഇത് Oppo Reno 6 എന്ന ഫോണിൻ്റെ ഗ്ലോബൽ വെർഷൻ ആയിരിക്കാനാണ് സാധ്യത. Honor 50 സീരീസിൻ്റെ പുതിയൊരു ടീസർ പുറത്തു വന്നിരിക്കുകയാണ്. ഇതിൽ ചിലപ്പോൾ 100 മെഗാപിക്സലിലെ ക്യാമറ വന്നേക്കാം. പിന്നെ Honor 50 സീരീസിൽ വരുന്നൊരു ഫോൺ ഗീക്ബെഞ്ച് സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഫോണിന് സിംഗിൾ കോറിൽ 787 പോയിന്റും മൾട്ടി കോറിൽ 2836 പോയിന്റുമാണ് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ സ്നാപ്ഡ്രാഗൺ 778G എന്ന പ്രോസസ്സറായിരിക്കും വരിക. 8GB RAM വെർഷനാണ് ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ Android 11 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. പിന്നെ മറ്റൊരു റിപ്പോർട്ടിൽ ഈ ഒരു ഫോണിൽ ഫ്രണ്ടിൽ ഡ്യുവൽ സെൽഫി ക്യാമറ വരുമെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ Honor 50 SC എന്ന ഫോൺ MediaTekന്റെ Dimensity 900 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും വരിക എന്നാണ് റിപ്പോർട്ട്. പിന്നെ Honor 50 എന്ന ഫോണിൻ്റെ ലൈവ് ഇമേജും ഇപ്പം പുറത്തു വന്നിട്ടുണ്ട്. പിന്നെ Honor 50 സീരീസിൻ്റെ കൂടെ Honor 50 SC, Honor X20 SC, Honor Play 20 എന്നീ ഫോണുകൾ ലോഞ്ച് ചെയ്തേക്കാമെന്നാണ് റിപ്പോർട്ട്. ജൂൺ 16 ഈ ഫോണുകൾ ലോഞ്ച് ചെയ്യുന്നത്. സാംസങ് S20 സീരീസിൽ അണ്ടർ ഡിസ്പ്ലേ സെൽഫി ക്യാമറ വരില്ല എന്നാണ് റിപ്പോർട്ട്. സാംസങ് Z Fold 3 ലൈറ്റ് വയലറ്റ്, ഗ്രീൻ, ബീഗ്, ബ്ലാക്ക് എന്നീ കളർ വേരിയൻസ് വരുമെന്നാണ് റിപ്പോർട്ട്. സാംസങ് Z Fold 3 അതുപോലെ തന്നെ Z Flip 3 വില പഴയ വെർഷൻസിനേക്കാളും 20% കുറവായിരിക്കുമെന്നാണ് റിപ്പോർട്ട്. സാംസങ് M32 എന്ന ഫോൺ FCC സർട്ടിഫിക്കേഷൻ സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഫോണിൽ 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ മുമ്പുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് ഈ ഫോണിൽ MediaTekന്റെ Helio G80 എന്ന പ്രോസസ്സറായിരിക്കും വരിക. ഈ ഫോണിൽ 6000 mAh ബാറ്ററി വരുന്നതായിരിക്കും. OnePlus Nord N200 എന്ന ഫോൺ ജൂൺ 15 US-ലും കാനഡയിലും ലോഞ്ച് ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. ഇതിൻ്റെ റെൻഡേഴ്സും ഇപ്പം പുറത്തു വന്നിട്ടുണ്ട്. ഈ ഫോണിൽ 6.49 ഇഞ്ചിൻ്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ വരാനാണ് സാധ്യത. പിന്നെ ഡിസ്പ്ലേയിൽ 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പഞ്ചോൾ ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൻ്റെ വില $250 താഴെ ആയിരിക്കുമെന്നാണ് റിപ്പോർട്ട്, അതായത് 18,200 രൂപയ്ക്ക് താഴെ. iQOO U3X 4G എന്ന ഫോൺ ചൈനയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഈ ഫോണിൽ 6.5 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ച് കൊടുത്തിട്ടുണ്ട്. MediaTekന്റെ Helio G80 എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഫോണിൻ്റെ പിന്നിൽ 13+2 മെഗാപിക്സലിലെ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 8 മെഗാപിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. ഈ ഫോണിൽ 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൻ്റെ 4GB RAM 128GB ഇന്റേണൽ വെർഷൻ്റെ വില വരുന്നത് $899, അതായത് ഏകദേശം 10,200 രൂപ. 6GB RAM 128GB ഇന്റേണൽ വെർഷൻ്റെ വില വരുന്നത് $1099, അതായത് ഏകദേശം 12,500 രൂപ. വിവോ Y75 5G എന്ന ഫോൺ ബ്ലൂടൂത്ത് SIG സർട്ടിഫിക്കേഷൻ സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഫോണിൽ സ്നാപ്ഡ്രാഗൺ 480 എന്ന പ്രോസസ്സർ വരാനാണ് സാധ്യത. വിവോ Y73 പുതിയൊരു ടീസർ പുറത്തു വന്നിരിക്കുകയാണ്. പിന്നെ ഈ ഫോൺ ജൂൺ 10 ലോഞ്ച് ചെയ്യുമെന്നുള്ള കാര്യം ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്.
ഈ ഫോണിൽ 6.44 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആയിരിക്കും വരിക. മീഡിയാടെക്കിൻ്റെ ഹീലിയോ G95 എന്നുള്ള പ്രോസസ്സർ വരുന്നതായിരിക്കും. ഫോണിൻ്റെ പിന്നിൽ 64 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരും. 4000 mAh ബാറ്ററിയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. സാംസങ് S21 FE എന്ന ഫോണിൻ്റെ കൊറിയയിലെ വില ലീക്കായിരിക്കുകയാണ്. ഈ ഫോണിൻ്റെ വില 45,900 രൂപയുടെയും അതുപോലെ 52,500 രൂപയുടെയും ഇടയിൽ വരാനാണ് സാധ്യത. മുമ്പുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് ഈ ഫോണിൽ 6.4 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് OLED ഡിസ്പ്ലേ ആയിരിക്കും വരിക. പിന്നെ ഈ ഫോണിൽ 4500 mAh ബാറ്ററി വരുന്നതായിരിക്കും. റിയൽമി X9ൽ സ്നാപ്ഡ്രാഗൺ 778G എന്ന പ്രോസസ്സറും അതുപോലെ തന്നെ റിയൽമി X9 Proയിൽ സ്നാപ്ഡ്രാഗൺ 870 എന്ന പ്രോസസ്സറുമായിരിക്കും വരിക എന്നാണ് റിപ്പോർട്ട്. പിന്നെ റിയൽമി X9ൻ്റെ വില 2000 യുവാൻ്റെയും അതുപോലെ തന്നെ 2500 യുവാൻ്റെയും ഇടയിൽ വരാനാണ് സാധ്യത. അതായത് 22,800 രൂപയുടെയും പിന്നെ 28,500 രൂപയുടെയും ഇടയിലായിട്ട്. റിയൽമി X9 Proയുടെ വില 2500 യുവാൻ്റെയും അതുപോലെ തന്നെ 3000 യുവാൻ്റെയും ഇടയിൽ വരാനാണ് സാധ്യത. അതായത് 28,500 രൂപയുടെയും പിന്നെ 34,100 രൂപയുടെയും ഇടയിലായിട്ട്. പിന്നെ മുമ്പുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് X9 Proയിൽ 6.55 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് OLED ഡിസ്പ്ലേ വരുന്നതായിരിക്കും. ഡിസ്പ്ലേയിൽ 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. പിന്നെ ഈ ഫോണിൽ കർവ്ഡ് ഡിസ്പ്ലേ വരും. ഈ ഫോണിൽ 4500 mAh ബാറ്ററി ആയിരിക്കും വരിക. വിവോ S10ലും അതുപോലെ തന്നെ വിവോ X70ലും L ഷേപ്പിൽ വരുന്ന ക്യാമറ മോഡ്യൂൾ ആയിരിക്കും വരിക എന്നാണ് റിപ്പോർട്ട്. വിവോ X70T Pro എന്ന ഫോൺ ഇന്ത്യയിൽ IMEI ഡാറ്റാബേസിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. MI 11 Lite 4G എന്ന ഫോണിൻ്റെ ഇന്ത്യൻ വേരിയൻ്റ് IMEI ഡാറ്റാബേസിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഫോണിൽ 6.55 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആയിരിക്കും വരിക. പിന്നെ ഈ ഫോണിൽ പഞ്ചോൾ ഡിസ്പ്ലേ വരും. ഡിസ്പ്ലേയിൽ 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. സ്നാപ്ഡ്രാഗൺ 732G എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഫോണിൻ്റെ പിന്നിൽ 64 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരും. പിന്നെ ഈ ഫോണിൽ 4250 mAh ബാറ്ററി ആയിരിക്കും വരിക. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും. റിയൽമി GT 5G എന്ന ഫോണിൻ്റെ 12 GB RAM 256 GB ഇൻറ്റേർണൽ വെർഷൻ്റെ യൂറോപ്പിലെ വില 549 യൂറോസ് ആയിരിക്കുമെന്നാണ് റിപ്പോർട്ട്. അതായത് ഏകദേശം 48,800 രൂപ. മുമ്പ് 400 യൂറോസ് ആയിരിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഈ ഫോണിൽ 6.43 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആയിരിക്കും വരിക. ഡിസ്പ്ലേയിൽ 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. പഞ്ചോൾ ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൽ സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സർ വരും. ഫോണിൻ്റെ പിന്നിൽ 64 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരും. 4500 mAh ബാറ്ററിയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും. ആപ്പിളിൻ്റെ iOS 15 സോഫ്റ്റ്വെയർ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഇതിൽ ഫേസ് ടൈമിൽ സ്പേഷ്യൽ ഓഡിയോ, വോയിസ് ഐസൊലേഷൻ, ഷെയർ പ്ലേ എന്നീ ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. പിന്നെ പുതിയ iMessage, പുതിയ നോട്ടിഫിക്കേഷൻ, പുതിയ ഫോക്കസ് ഫീച്ചേഴ്സ്, പുതിയ ഫോട്ടോ ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ പുതിയ സെർച്ച് ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. പിന്നെ പുതിയ വാലറ്റ്, മാപ്പ്, വെതർ പോലുള്ള ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ iPadOS 15ഉം WatchOS 8ഉം പിന്നെ macOS 12 മോണിറ്ററിയും അനൗൺസ് ചെയ്തിട്ടുണ്ട്. മൈക്രോമാക്സിൻ്റെ E7646 എന്ന മോഡൽ നമ്പറിൽ വരുന്ന പുതിയൊരു ഫോണ് ഗീക്ബെഞ്ച് സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഫോണിന് സിംഗിൾ കോറിൽ 354 പോയിൻറ്റും മൾട്ടി കോറിൽ 1281 പോയിൻറ്റുമാണ് ലഭിച്ചിരിക്കുന്നത്. ഈ ഫോണിൽ മീഡിയാടെക്കിൻ്റെ ഹീലിയോ G85 എന്നുള്ള പ്രോസസ്സറായിരിക്കും വരിക. 4 GB RAM വെർഷനാണ് ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ആൻഡ്രോയിഡ് 11 ബേസ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഇത് ചിലപ്പോൾ മൈക്രോമാക്സ് ഇൻ നോട്ട് 1 Pro എന്ന ഫോൺ അയക്കാം. ടെക്നോ സ്പാർക്ക് 70 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ജൂൺ 11 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമെന്ന് ഒഫീഷ്യലായിട്ട് കൺഫേം ആയിരിക്കുകയാണ്. ഈ ഫോണിൽ 6.52 ഇഞ്ചിൻ്റെ HD പ്ലസ് ഡിസ്പ്ലേ ആയിരിക്കും വരിക. ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ച് വരും. മീഡിയാടെക്കിൻ്റെ ഹീലിയോ G35 എന്നുള്ള പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഫോണിൻ്റെ പിന്നിൽ 48 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരും. ഈ ഫോണിൽ 6000 mAh ബാറ്ററി വരുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൻ്റെ ഇന്ത്യയിലെ വില 8,999 രൂപയായിരിക്കാനാണ് സാധ്യത. ഇൻഫിനിക്സ് നോട്ട് 10, ഇൻഫിനിക്സ് നോട്ട് 10 Pro എന്നീ ഫോണുകൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. രണ്ട് ഫോണുകളിലും 6.95 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. രണ്ട് ഫോണുകളിലും പഞ്ചോൾ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. നോട്ട് 10 Proയിൽ 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇൻഫിനിക്സ് നോട്ട് 10ൽ മീഡിയാടെക്കിൻ്റെ ഹീലിയോ G85 എന്നുള്ള പ്രോസസ്സറും നോട്ട് 10 Proയിൽ മീഡിയാടെക്കിൻ്റെ ഹീലിയോ G95 എന്നുള്ള പ്രോസസ്സറുമാണ് വരുന്നത്. പിന്നെ ഇൻഫിനിക്സ് നോട്ട് 10 Proയുടെ പിന്നിൽ 64 മെഗാ പിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പും ഇൻഫിനിക്സ് നോട്ട് 10ൽ 48 മെഗാ പിക്സലിൻ്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പുമാണ് വരുന്നത്. രണ്ട് ഫോണുകളിലും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. പിന്നെ 5000 mAh ബാറ്ററിയും വരുന്നുണ്ട്. ഇൻഫിനിക്സ് നോട്ട് 10ൽ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഇൻഫിനിക്സ് നോട്ട് 10 Proയിൽ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുമാണ് വരുന്നത്. പിന്നെ ഇൻഫിനിക്സ് നോട്ട് 10ൻ്റെ 4 GB RAM 64 GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 10,999 രൂപയാണ്. 6 GB RAM 128 GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 11,999 രൂപയാണ്.
പിന്നെ ഇൻഫിനിക്സ് നോട്ട് 10 പ്രോയുടെ 8GB റാം 256GB ഇന്റേണൽ വെർഷൻ്റെ വില വരുന്നത് 16,999 രൂപയാണ്. OnePlus Nord CE 5G എന്ന ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൻ്റെ വില 22,999 രൂപയായിരിക്കുമെന്നാണ് റിപ്പോർട്ട്. പിന്നെ HDFCയുടെ കാർഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1000 രൂപയുടെ ഓഫും ലഭിക്കും. മുമ്പുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് ഈ ഫോണിൽ 6.43 ഇഞ്ചിൻ്റെ ഫുൾ HD+ OLED ഡിസ്പ്ലേ ആയിരിക്കും വരിക. ഡിസ്പ്ലേയിൽ 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. പഞ്ചോൾ ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. പിന്നെ ഈ ഫോണിൽ സ്നാപ്ഡ്രാഗൺ 750G എന്ന പ്രോസസ്സർ വരും. 5G സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഫോണിൻ്റെ പിന്നിൽ 64 മെഗാപിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 16 മെഗാപിക്സൽ സെൽഫി ക്യാമറയും വരും. 4500 mAh ബാറ്ററിയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും. പിന്നെ ഈ ഫോണിൻ്റെ പുതിയ റെൻഡേഴ്സും പുറത്തു വന്നിട്ടുണ്ട്. റിയൽമി C25s എന്ന ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഈ ഫോണിൽ 6.5 ഇഞ്ചിൻ്റെ HD+ LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ച് കൊടുത്തിട്ടുണ്ട്. മീഡിയാടെക്കിൻ്റെ ഹീലിയോ G85 എന്നുള്ള പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഫോണിൻ്റെ പിന്നിൽ 13+2+2 മെഗാപിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 8 മെഗാപിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൽ 6000 mAh ബാറ്ററി വരുന്നുണ്ട്. 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൻ്റെ 4GB റാം 64GB ഇന്റേണൽ വെർഷൻ്റെ വില വരുന്നത് 9,999 രൂപയാണ്. 4GB റാം 128GB ഇന്റേണൽ വെർഷൻ്റെ വില വരുന്നത് 10,999 രൂപയാണ്. പോക്കോ M3 Pro 5G എന്ന ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഈ ഫോണിൽ 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. ഫോണിൻ്റെ ഫ്രണ്ടിൽ പഞ്ചോൾ ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മീഡിയാടെക് Dimensity 700 എന്ന 5G പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൻ്റെ പിന്നിൽ 48 മെഗാപിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 8 മെഗാപിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററിയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൻ്റെ 4GB റാം 64GB ഇന്റേണൽ വെർഷൻ്റെ വില വരുന്നത് 13,999 രൂപയാണ്. 6GB റാം 128GB ഇന്റേണൽ വെർഷൻ്റെ വില വരുന്നത് 15,999 രൂപയാണ്. iQOO Z3 5G എന്ന പുതിയ സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഈ ഫോണിൽ 6.58 ഇഞ്ചിൻ്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. ഡിസ്പ്ലേയിൽ 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൽ സ്നാപ്ഡ്രാഗൺ 768G എന്ന പ്രോസസ്സറാണ് വരുന്നത്. ഇതിൽ 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫോണിൻ്റെ പിന്നിൽ 64 മെഗാപിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 16 മെഗാപിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. ഈ ഫോണിൽ 4400 mAh ബാറ്ററിയാണ് വരുന്നത്. 55 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൻ്റെ 6GB റാം 128GB ഇന്റേണൽ വെർഷൻ്റെ വില വരുന്നത് 19,990 രൂപയാണ്. 8GB റാം 128GB ഇന്റേണൽ വെർഷൻ്റെ വില വരുന്നത് 20,990 രൂപയാണ്. പിന്നെ 8GB റാം 256GB ഇന്റേണൽ വെർഷൻ്റെ വില വരുന്നത് 22,990 രൂപയാണ്.